ഇന്നിപ്പോൾ തന്നെ ഞാൻ കയ്യിൽ മൈദപ്പൊടിയും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നു. ഒന്നുമല്ല, സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് ആട്ട മൈദ ക്ലേ എന്തെങ്കിലും വെച്ചിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ABCD പഠിപ്പിച്ചു കൊടുക്കണം, ഓരോരോ അംഗങ്ങളെ. അപ്പം ഞാൻ വിചാരിച്ചു മൈദപ്പൊടി ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കുന്നു, എന്നാൽ പിന്നെ അത് കുഴച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതൊക്കെ കുഴച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇപ്പം വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിലവിളിയും കൂർക്കിലാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ 4 കഷ്ണം ചിക്കൻ അവൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു രാത്രിക്ക് ചോറിന്. പിന്നെ ഉണക്ക മാന്തളായിരുന്നു, അതും ഞാൻ നന്നാക്കി മുളകൊക്കെ പുരട്ടി വെച്ചു. പിന്നെ വെള്ളയപ്പത്തിന് അരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കണോണ്ട് അങ്ങോട്ട് അരയ്ക്കാനുള്ളത് ശരിയാവണില്ല. അപ്പോൾ ഒന്ന് ശരിയാവട്ടെ നോക്കാം, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം വെച്ചിട്ട് കുറേ നേരം നിന്നിട്ട് ഈ കറണ്ട് ഇങ്ങനെ വന്നു പോയി നിൽക്കുക. ചിലപ്പോൾ ഇനി ഒറ്റയടിക്ക് പോയാലും വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അരയ്ക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ചെരുകി എല്ലാം സെറ്റായി അരിയൊക്കെ കഴുകി അരി വേഗം അരയ്ക്കാനുള്ള പണി നോക്കുകയാണ്. അതിനിടയ്ക്ക് മോനെ എണീറ്റാലാണ് എനിക്ക് പ്രശ്നം. പിന്നെ ഒരു പണി എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ വാതിലും അടച്ചിട്ടിട്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്യണത്. അതിനിടയ്ക്ക് ഞാൻ മീനും ചിക്കനൊക്കെ വറുക്കാനും വെച്ചു. ആ പണി അതിനോടൊപ്പം തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറണ്ട് പോയി വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ലൈറ്റിങ്ങിൻ്റെ നല്ല കുറവുണ്ടാവും. പിന്നെ അതാ ചിക്കനും വറുത്തു. അത് കഴിഞ്ഞ് നാളേക്കുള്ള സ്കൂളിലേക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. എല്ലാം ഇന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് വന്നു കഴിഞ്ഞാൽ ചട്ടപ്പട്ടയിൽ നിന്നിട്ട് പരിപാടി തീർത്താൽ അവളേനെ എണീപ്പിക്കാൻ തന്നെ എനിക്ക് ഒരുവിധം നേരം വേണം. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതാണ് ശരിക്കുള്ള പണി. എല്ലാം പണിയും കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാൻ നിൽക്കുക. പണ്ടൊക്കെ അപ്പപ്പോൾ കഴുകിയിരുന്നു, ഇപ്പം അതിനുള്ള നേരമില്ല. ആദ്യം പണികൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പാത്രം മാത്രമല്ല കഴുകുകയുള്ളൂ എന്നുള്ളൊരു മൈൻഡാണ്. അത് കഴിഞ്ഞ് രാത്രിക്ക് മോന് കുറുക്കിനുള്ള പൊടിയൊക്കെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ ഇത്തിരി ഒന്ന് വേവ്, കൽക്കണ്ടത്തിലാണല്ലോ, പനം കൽക്കണ്ടാണ് ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ അതും ഇട്ട് വെച്ചാൽ അതും പെട്ടെന്ന് അലിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടി അതിടും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തിന്നണത് കൽക്കണ്ടും കഴിച്ച് നോക്കും. പിന്നെ ഉണക്കമുന്തിരി ഞാൻ അടുത്ത ദിവസത്തേക്കുള്ളത് തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ അതും ഞാൻ 2 കഷ്ണമൊക്കെ തിന്നു. എല്ലാം എന്നെടുക്കുമ്പോൾ ഇതുപോലെ തിന്നിട്ട് വേണം എനിക്കെടുക്കാൻ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞതോടുകൂടി അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ബാക്കി പണിയൊക്കെ പുറത്താണ്. അവിടെ തുണികളൊക്കെ കഴുകി കൊടുന്ന് വെച്ചിട്ടുള്ളൂ, ഇടാൻ സ്ഥലമില്ല. ഇനി സ്ഥലം ഉണ്ടാക്കണം. ഇനി ഒരുവിധം ഉണങ്ങിയവരനൊക്കെ എടുത്തുകൊണ്ടുപോയി വീടിൻ്റെ അകത്ത് കൊണ്ടിട്ടിട്ട് ബാക്കി അവിടെയൊക്കെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലിപ്പ് മേത്ത് കുത്തുകയാണ്. ഇവൻ്റെ ഉണ്ണിയുടെ തുണികളാണ് ഇഷ്ടം പോലെ ഉള്ളത്. അതിങ്ങനെ ഇട്ടിട്ട് ഇരുമ്പിക്കാണ് നമുക്ക് ഒരുവിധം ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭ്രാന്താവും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഈവനിങ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോവുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.